നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ്? നിങ്ങൾ ആരും ബാങ്ക് ജോലി സ്വപ്നം കാണാൻ നിൽക്കണ്ട. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയോ? നമ്മൾ ഓൾറെഡി നമുക്ക് IBPS ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ കൊല്ലം ഇത്ര ദിവസം, അതായത് ഈ മാസം ഞങ്ങൾ RRB എക്സാംസ് നടത്തും, അതേപോലെ IBPS എക്സാംസ് നടത്തുന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിൽ മേലെ ആയിട്ടുണ്ട്. എന്നിട്ടും കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ആഗ്രഹമുണ്ട് ബാങ്കിൽ ജോലി കിട്ടണം, ബാങ്ക് ജോലി നേടണം, ലൈഫ് സെറ്റിലാക്കണം, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവരെന്താ ചെയ്യുന്നത്? നോട്ടിഫിക്കേഷൻ വരട്ടെ, ഇതൊക്കെ വെറുതെ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം അല്ലേ? ആദ്യം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ, എത്ര വേക്കൻസി ഉണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ, എന്നിട്ടാവാലോ നമുക്ക്. 2025 ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെ പ്രൈം മിനിസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കധികം വേക്കൻസീസ് ഈ 2025 സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് മേഖലയിൽ. അപ്പോൾ ബാങ്കിങ് സെക്ടറിലും അത്രയ്ക്കധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പെടാൻ പോകുന്ന ഒരു വർഷമാണ് 2025. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി അവർ കലണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എക്സാം സെൻറ്ററുകളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക. മറ്റല്ലേ കലണ്ടർ അവർ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഇതേവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ കൊല്ലം മെയിൻസ് ഒന്നും ക്രാക്കായില്ല, പ്രിലിംസ് ക്രാക്കായില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സൊക്കെ മടുത്ത് ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അതായത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് കരുതി കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. മക്കളെ, അങ്ങനെയുള്ള നിങ്ങൾ ബാങ്ക് ജോലി സ്വപ്നം കാണണ്ട. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങൾ ബാങ്ക് ജോലി സ്വപ്നം കാണണ്ട, നിങ്ങളത് നിർത്തിപ്പൊക്കോ. കാരണം പറഞ്ഞു തരാം. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മളുടെ അടുത്ത് എന്താണ് പ്രിലിമിനറി എക്സാമിനേഷൻ ആദ്യം വരുന്നത്? നമ്മളുടെ IBPS RRBയുടെ പ്രിലിംസ് എന്നാ വരുന്നത്? 27/7/2025 ജൂലൈ മാസം ലാസ്റ്റ്. ഇപ്പം എത്രയായി? ഫെബ്രുവരി ആയില്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 5 മാസമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പ്രിലിംസിനായിട്ടുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. അത് കഴിഞ്ഞാൽ മെയിൻസ് വരുന്നത് എന്താ? 13/9 ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്. ഇവിടെ IBPS POന്റെ ഒക്ടോബറിൽ വരുന്നുണ്ട്, മെയിൻസ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രിലിംസ് എക്സാമിനേഷൻ്റെ അടുത്തൊക്കെ RRBയുടെ മെയിൻസും പ്രിലിംസും എല്ലാം അടുത്തടുത്താണ് എടുക്കുന്നത്. ഈ 5 മാസത്തിൽ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഒരു മാസം മുന്നാണ് വരിക. ജൂണിലോ എങ്ങാനാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് കരുതുക. RRBയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഷ്ടി ഉണ്ടാവും. നിങ്ങൾ ഈ സിലബസ് മൊത്തം പഠിക്കാൻ പോകുന്നുണ്ടോ? എങ്ങനെ സാധിക്കും നിങ്ങൾക്ക്? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് വേക്കൻസി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യണം. കറക്റ്റ് ധാരണ IBPS തന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന കുട്ടികൾ എന്തായാലും വിജയിക്കും. ഓൾറെഡി സ്റ്റുഡൻസൊക്കെ ഒരു മാസം അവരത് കണ്ടപ്പോൾ തന്നെ ഈ കൊല്ലം എന്താണ് ഡിഗ്രി ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് വളരെ ഹാപ്പിനെസ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് വന്ന് പറയുന്നത്, സാർ ഞങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങി. കാരണം ഇപ്പോഴേ സിലബസ് ഞങ്ങൾക്ക് കവർ ചെയ്യണം. ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഫുൾ സിലബസ് കവർ ചെയ്ത് സ്പീഡൊക്കെ സെറ്റ് ആക്കണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്താണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും സക്സസ് ആവാതെ മെയിൻസിനൊക്കെ അരമാർക്കിന് പോയ കുട്ടികളുണ്ടാവും, പ്രിലിംസ് അരമാർക്കിന് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളുണ്ടാവും. അവരും ഇക്കൊല്ലം പഠിക്കുന്നുണ്ട്. അവരുടെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ സാധിക്കും നിങ്ങൾക്ക്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എനിക്ക് ബാങ്ക് ജോലി വേണം. നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പോവാണ് ഇക്കൊല്ലം, ഞാൻ അതിനു വേണ്ടി ഇരിക്കുകയാണ്, ഇക്കൊല്ലം ഞാൻ അതിനു വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. പഠിക്കാതെ ആർക്കും കിട്ടില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമുക്ക് പ്രിലിംസ് എക്സാമിനേഷന് പ്രധാനമായിട്ടും വരുന്നത്, ഞാൻ 3 സബ്ജക്റ്റ് പറയുന്നുണ്ട്. RRBക്ക് ഇംഗ്ലീഷ് ഇല്ല പ്രിലിംസിന്. എന്നിരുന്നാൽ കൂടി എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ഈ 3 ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ സിലബസ് ഫുള്ള് നിങ്ങൾ കവർ ചെയ്യണം. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസ്, ബാങ്കിങ് എക്സാംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഇത്ര
സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആരാണോ ചെയ്യുന്നത് അവർക്കാണ് സക്സസ് ആവാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് ഷോർട്ട് ട്രിക്സിലെ കാര്യങ്ങൾ ചെയ്ത് ആ പറയുന്ന ടൈമിന് 20 മിനിറ്റിൽ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. എന്നിരുന്നാൽ മാത്രമാണ് നമ്മൾ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പ്രിലിംസിൻ്റെ കാര്യമാണ് പറഞ്ഞേ. മെയിൻസിലേക്ക് വരുമ്പോൾ മെയിൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രിലിംസ് ഒരു ടൈപ്പാണ്, മെയിൻസ് വേറെ ടൈപ്പാണ്. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം, സിലബസ് സെയിമാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ അവിടെയും പഠിക്കുന്നത്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ അവിടെയും പഠിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം ഉണ്ടാവും. പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണം. മെയിൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളാരാ? ജനറൽ അവെയർനെസ്, GA. 6 മാസത്തെ GA ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, RRB എക്സാമിൻ്റെ മെയിൻസ് വരുന്നത് എന്നാ? 13/9/2025 അങ്ങനെയാണെങ്കിൽ പിന്നിലേക്ക് വരാണെങ്കിൽ മാർച്ച് തൊട്ടുള്ള എന്ത് ചോദിക്കാം? അവർക്ക് GA ചോദിക്കാം. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ GA? ഇല്ല. നിങ്ങൾ എന്താണ് കരുതുന്നത്? 12-ാം തീയതി രാത്രി ഇരുന്ന് എല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ സാധിക്കുമോ? 6 മാസത്തെ GA ഒരിക്കലുമില്ല. അതാരെക്കൊണ്ടും സാധിക്കില്ല. റോബോട്ടൊന്നും അല്ലല്ലോ, നമ്മൾ മനുഷ്യന്മാരാണ്. ഡെയിലി GA പഠിക്കണം, ഇന്ന് തൊട്ട് തന്നെ പഠിക്കണം. ആഗ്രഹിക്കുന്ന ആൾക്കാർ, ബാങ്ക് ജോലി സ്വപ്നം കാണുന്ന ആൾക്കാർ ഇന്ന് തൊട്ട് തന്നെ എന്ത് പഠിക്കണം? GA പഠിക്കണം. അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എഴുതി വെച്ച് പഠിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? നമുക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മൾ ഒരു കടലോളം പഠിച്ചു, എക്സാമിന് ചോദിക്കുന്നത് വളരെ കുറച്ചല്ലേ? നിങ്ങൾ പഠിച്ചതൊന്നും ചോദിച്ചില്ലെങ്കിലോ? ആലോചിച്ച് നോക്കുക. സ്മാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഒരുപാട് കുട്ടികളുണ്ട് മക്കളെ, അവർ ഇരുന്ന് പഠിക്കുന്നുണ്ട്, 6, 7, 8 മണിക്കൂർ പഠിക്കുന്നുണ്ട്. അവരുടെ പാരൻസ് നമ്മളോട് പറയും, പുതിയ അഡ്മിഷനൊക്കെ എടുക്കുമ്പോൾ, സാർ അവൾ അല്ലെങ്കിൽ അവൻ നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താ? ആ കുട്ടിക്ക് ഏത് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കാം? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തോ? 50 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു. ആ കുട്ടി അത് വളരെ കൃത്യമായിട്ട് ചെയ്യും, ഒരു തെറ്റില്ലാണ്ട് ആ കുട്ടി ചെയ്യും. പക്ഷേ ആ കുട്ടി എടുക്കുന്നത് 2 മണിക്കൂർ സമയമാണ്. എങ്ങനെ കയറാനാണ്? ഒരു എക്സാം ക്രാക്ക് ചെയ്യാനാണ്. ആ കുട്ടിക്ക് സിലബസ് മൊത്തം അറിയാം, പക്ഷെ സ്പീഡില്ല. എങ്ങനെയാണ് ആ സ്റ്റുഡൻറ്റ് ഒരു പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോവുക? കറക്റ്റ് രീതിയിലുള്ള കോച്ചിങ് കാര്യങ്ങൾ ആ കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം ആ കുട്ടി സക്സസ്ഫുള്ളായി. RRB ക്ലർക്ക് ആ കുട്ടി പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ പഠിക്കുന്ന ചില രീതികൾ നമുക്ക് മാറ്റണം. നമ്മൾ തെറ്റായിട്ടുള്ള റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റ് രീതിയിൽ പോയി സക്സസ് ആവും. ഒരു സ്റ്റുഡൻറ്റ് 2 വട്ടം POൻ്റെ ഇൻ്റർവ്യൂ ഫെയിലായി. കഴിഞ്ഞ വട്ടം നമ്മുടെ ഇവിടുത്തെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ആ കുട്ടി എന്ത് ചെയ്തു? RRB PO ക്രാക്ക് ചെയ്തു. 2 വട്ടവും ആ കുട്ടി തൻ്റെ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാതെയാണ് പോയിരുന്നത്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത് ഗൈഡ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവും. അവിടെയാണ് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടത്. പഠിക്കാനായിട്ട് നിങ്ങൾ തന്നെ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ബട്ട് അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ടൈം വെച്ച് പഠിക്കണം. നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ, നല്ല ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആവാൻ പറ്റും. നമ്മളുടെ മുന്നിൽ ടൈം കുറവാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അറിവ് കളക്ട് ചെയ്യണം. കാരണം നമ്മളുടെ കോമ്പറ്റീഷൻ അത്രയ്ക്കും അധികം കൂടുതലാണ്. കാരണം നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു, എല്ലാവരും എഴുതുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം കിട്ടാത്ത കുട്ടി ഉണ്ടാവും, 2 കൊല്ലമായിട്ട് പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, മേ ബി 3 കൊല്ലമായിട്ട് പഠിക്കുന്നവരും ഉണ്ടാവാം. ആഗ്രഹിച്ച് പഠിക്കുന്നവർ, വിട്ടുകൊടുക്കാൻ ഒട്ടും മടിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർ വിട്ടുകൊടുക്കില്ല. പോട്ടെ, അവർ 2 കൊല്ലം 3 കൊല്ലം പഠിച്ചു, അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ 2 കൊല്ലം 3 കൊല്ലം ഒന്നുമല്ല. തുടർന്ന് അവരുടെ ലൈഫ് സെറ്റിൽഡ് ആണ്. നേരെ മറിച്ച് അവൻ ഇത്രയ്ക്കധികം പഠിച്ച്, ഇത്രയ്ക്കധികം ഹാർഡ് വർക്ക് ഇട്ട്, എഫേർട്ട് ഇട്ട് പഠിച്ച് അവസാന നിമിഷം നിർത്തിപ്പോവരുത്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. മടുത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കരുത്. നിങ്ങൾ സക്സസ്ഫുൾ ആവാറായി മക്കളെ. മെയിൻസ് നിങ്ങൾ 1 മാർക്കിനാണ് ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എത്ര കുട്ടികൾ എഴുതുന്ന എക്സാമാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. അത് നിങ്ങൾ ക്രാക്ക് ചെയ്തില്ലേ?
മെയിൻസിൽ നിങ്ങൾ ആകെ 1/2 മാർക്കിനാണ് നിങ്ങൾ പിന്നിൽ പോയത്. ആ തെറ്റൊന്ന് തിരുത്തി എവിടെയാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് വീക്കെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഇക്കൊല്ലം നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആവും. ഓഫീസർ പോസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പഠനം അവസാനിപ്പിക്കരുത്. കാരണം എന്താ, നിങ്ങൾ പ്രിലിംസ് പാസ്സായില്ലേ, മെയിൻസ് പാസ്സായില്ലേ, ഇൻ്റർവ്യൂ വരെ എത്തിയില്ലേ. എവിടെയാണ് നിങ്ങളുടെ ആ ഒരു പോയിൻ്റ് വീക്കെന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാരെ നിങ്ങൾ പിന്നിലാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങൾ തോറ്റിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. 100 മാർക്കിൻ്റെ ഒരു എക്സാമിൽ ആകെ 4 വേക്കൻസിയേ ഉള്ളൂ. 95 മാർക്കാണ് കട്ട് ഓഫ്. 95 മേലെയുള്ള 4 പേർക്ക് അവർക്ക് ആവശ്യമുള്ളൂ. ഒരാൾക്ക് 96 മാർക്ക്, ഒരാൾക്ക് 97, 98, 99. ആ 4 പേരെ ചൂസ് ചെയ്തു. 94 മാർക്ക് മേടിച്ചോൻ അല്ലെങ്കിൽ 95 മാർക്ക് മേടിച്ചോൻ മോശക്കാരനാണോ? ഒരിക്കലുമല്ല. അതാണ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ രീതി. വേക്കൻസി എത്രയാണോ അതിനെയാണ് കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുക. 95 മാർക്ക് 100 മേടിച്ച ആൾ ഒരിക്കലും മോശക്കാരനല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മോശക്കാരല്ല. അപ്പോൾ നമ്മൾ ഇനിയും സമയം കളയരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചുമ്മാ സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചിലവർക്ക് മനസ്സിൽ തോന്നും, സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടാണോ സാർ സക്സസ്ഫുൾ ആയത്? നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ ഇരുന്ന് പഠിക്കാനാ അല്ലേ? സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി ഡെയിലി എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു? 40-42 വയസ്സ് വരെ ആൾ സക്സസ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആളിട്ടിരുന്ന എഫേർട്ടാണ്. കൂടെയുള്ള ഒരുപാട് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നു, പുള്ളി അവിടെ തന്നെ നിന്നു. എന്തുകൊണ്ടാ? ആളുടെ ലൈഫും ആളുടെ ഫിറ്റ്നസ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ്. കാലത്ത് പുള്ളി 12 മണി വരെ കിടന്നുറങ്ങോ? 10 മണി വരെ കിടന്നുറങ്ങിയാൽ സച്ചിൻ ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നോ? ഒരിക്കലുമില്ല. കാലത്ത് നേരം വെളുക്കുന്നതിനേക്കാൾ മുന്നേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലി അവർ ഇടുന്ന എഫേർട്ട് അത്രയ്ക്കും വലുതാണ്. അവർ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. സക്സസ്ഫുള്ളായി. ഇന്ത്യൻ ടീമിൽ കയറിയപ്പോൾ സക്സസ്ഫുള്ളായോ ലയണൽ മെസ്സി? ഇല്ല. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അതിന് അവരിടുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഫിലിം സ്റ്റാർസ് അവരിടുന്ന എഫേർട്ട് എന്തോരം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരാളും എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യാതെ, ഹാർഡ് വർക്ക് ചെയ്യാതെ സക്സസ്ഫുൾ ആവുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ഇട്. എന്തിനാണ് നിങ്ങൾ ഇനിയും വൈകിക്കുന്നത്? നാളെ ആവട്ടെ, അടുത്ത ദിവസം ആവട്ടെ, നോട്ടിഫിക്കേഷൻ വരട്ടെ ഒന്നും കരുതിയിരിക്കണ്ട. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതുന്ന ആരും ബാങ്ക് ജോലി സ്വപ്നം കാണണ്ട. നിങ്ങൾ എന്ത് ചെയ്യണ്ട? അത് സ്വപ്നം കാണാൻ നിൽക്കണ്ട. കാരണം അത്ര എളുപ്പമല്ല. ഒന്നും പഠിക്കാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയ്ക്കധികം കുട്ടികൾ ഹാർഡ് വർക്ക് അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് ടീം റെഡിയാണ്. ആ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അപ്കമിങ് എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 7736122215 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനിയും പഠിക്കാത്ത ആൾക്കാരോട് കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങളൊരു ബാങ്കറായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയേ പറ്റൂ. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ടൈമാണ്. അത്രയ്ക്കധികം വേക്കൻസീസ് ഇക്കൊല്ലം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ച് തന്നെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യാം? പഠനം സ്റ്റോപ്പ് ചെയ്യാതെ നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇക്കൊല്ലം നിങ്ങളുടേതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.